പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആത്മവിവശതയായെന്ന്. ആരാ? യോഹന്നാൻ ആത്മവിവശനായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-10 കാണുന്നുണ്ട്, പത്രോസ് ആത്മവിവശനായി പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറിയപ്പോഴേ അവിടെ ആത്മാവിൻ്റെ വിവശത അനുഭവിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവിൻ്റെ വിവശത എന്ന് പറയുന്നത് നമുക്ക് വഹിക്കാൻ കഴിയാത്ത പോലൊരു ആത്മാവിൻ്റെ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു വ്യാപരണത്തെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ദൈവിക ദർശനം. അതിനാൽ നമുക്ക് ദൈവിക ദർശനങ്ങളൊക്കെ നമ്മൾ പ്രാപിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ആത്മവിവശത 1-10 നമ്മൾ കാണുന്നുണ്ട്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി പ്രാർത്ഥിക്കാൻ കടന്നുപോയ യോഹന്നാൻ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നാളുകളിൽ ഇടമനകടകലാദി കക്ഷക്കടകൾ പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ വിവശത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? എപ്പോഴും ദൈവമായിട്ട് വ്യക്തിപരമായുള്ളൊരു ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണോ? എന്നാൽ നിങ്ങളെ ആത്മാവിൻ്റെ വിവശത ദൈവം കാണിക്കുക തന്നെ ചെയ്യും. ഇടമനകടകലാദി പത്രോസ് അതാണ് വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെന്നപ്പോൾ അവിടെ ആത്മവിവശനായിട്ട് തീർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മവ്യാപരണത്തെയാണ് ആത്മാവിൻ്റെ, അല്ലെങ്കിൽ വഹിക്കാൻ കഴിയാത്തത് പോലെ ഒരു ആത്മാവിൻ്റെ ഒരു ശക്തി പ്രാപിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആത്മവിവശത കർത്തൃ ദിവസത്തിൽ, അതായത് പ്രാർത്ഥിക്കാൻ കടന്നു എന്ന ദിവസം, ഇടമനകടകലാദി അക്ഷക്കടകല ശന്തൽ കടകലാദി പ്രാർത്ഥിക്കാനായിട്ട് കടന്ന ആ സമയത്തെയാണ് കർത്തൃ ദിവസം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദിവസത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നാട് കടത്തപ്പെട്ട വ്യക്തി ഇടമനകടകലാദി പത്മോസിൻ്റെ ദ്വീപിൽ കഷ്ടത അനുഭവിച്ചില്ല, നിന്ന അനുഭവിച്ചില്ല, യാതൊരു ഭാരം അനുഭവിച്ചില്ല. ഡൊമേഷ്യൻ ചക്രവർത്തി പറഞ്ഞത് ഒരിക്കലും ജയിച്ചില്ല. കർത്താവിൻ്റെ നാമത്തിൽ അദ്ദേഹം പുറത്തു വരുവാനിടയായി. കർത്താവിൻ്റെ ദിവസത്തിൽ പോയി പ്രാർത്ഥിച്ച വ്യക്തിക്ക് ആത്മാവിൻ്റെ ഒരു വിവശത, ആത്മാവിൻ്റെ ഒരു വ്യാപരണം ഉണ്ടായെങ്കിൽ, ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആളുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ആത്മാവിൻ്റെ വ്യാപരണം തന്നു നിങ്ങളെ ആത്മവലയത്തിൽ ഒതുക്കുക. വഹിക്കാൻ കഴിയാത്തതുപോലെ ആത്മാവിനാൽ നിറയപ്പെടുന്ന ദൈവാത്മാവിൽ ഞാൻ ബുദ്ധി ഉപദേശിക്കട്ടെ. ഇടമനകടകലാദി അക്ഷക്കടകല സന്തൽ പ്രബലാദി അക്ഷക്കടകല സന്തൽ കടകലാദി അവൻ വരുന്നു, യേശു ക്രിസ്തു വരുന്നു, നിങ്ങളുടെ അടുക്കൽ കടന്നു വരുന്നു. നിങ്ങളുടെ അകത്തളത്തിൽ ഭവനത്തിൻ്റെ ഉള്ളിൽ ഇടമനകടകലാദി നിന്നെ അനുഭവിക്കുന്ന വ്യക്തിയാണോ? മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണോ? വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയാണോ? എങ്കിലും രാത്രികാല നടമനകടകല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂത് നിങ്ങളോട് തന്നെയാണ് വിളിച്ചു പറയുന്നത്. അക്ഷക്കടകല സന്തൽ പ്രബലാദി അതിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ദൂത് ഏറ്റെടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്.